ഞാൻ ഒരു കൊച്ചു കഥ പറയാം. പൈങ്കിളി മാസികയിൽ വന്ന പൊള്ളൻ കഥയിൽ കേട്ടോ. ലോകത്ത് ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥമായ ഖുർആനിൽ അല്ലാഹു പ്രതിപാദിച്ച വിഷയമാണിത്. പണ്ട് പണ്ട് ഒരു നാട്ടിൽ പടച്ചവൻ തന്നെ പണം പാവങ്ങൾക്ക് വിതരണം ചെയ്ത പരിശുദ്ധനായി ജീവിച്ച ഒരു പണക്കാരുണ്ടായിരുന്നു. വർഷാവർഷം കൊയ്ത്ത് ദിവസം അടുക്കുമ്പോൾ നാനാദിക്കിൽ നിന്നും ആ ദിനം പാവങ്ങൾ ആ ദിനം പാടത്തെ കൊയ്കും. കൊയ്തെടുത്ത ധാന്യങ്ങൾ അദ്ദേഹം വൻതോതിൽ പാവങ്ങൾക്ക് നൽകും. ഈ പതിവ് അദ്ദേഹം തുടർന്നു പോന്നു. ആ നാട്ടിൽ കണ്ണിലുണ്ണിയാവാൻ അദ്ദേഹത്തിന് ഏറെ കാലമൊന്നും വേണ്ടി വന്നില്ല. എന്നാൽ ഇത് ദഹിക്കാത്ത മറ്റു ചിലരുണ്ടായിരുന്നു. മറ്റാരുമല്ല, അദ്ദേഹത്തിന്റെ മക്കൾ തന്നെ. എന്നാൽ ഇത് ഉപ്പയോട് പരസ്യമായി പറയാൻ അവർക്ക് ധൈര്യം വന്നില്ല. കാലങ്ങൾ കഴിഞ്ഞുപോയി. ആ പിതാവിനെ അള്ളാഹു തിരിച്ചു വിളിച്ചു. ഇതോടെ മക്കളുടെ മനതലത്തിൽ സന്തോഷ സൂര്യദിച്ചു. ഇല്ല, ഇനി ഞങ്ങളുടെ വായിൽ നിന്നും ഒരു ചെറു തരി പോലും കയ്യിലൊതുക്കാൻ ഒരുത്തനും സമ്മതിക്കുകയില്ല. അവർ മൂന്നരും അട്ടഹസിച്ചു. ഇക്കാലത്തുമുണ്ടല്ലോ പാവം കൂടെ ഹക്ക് ഹലാലാക്കുന്ന പിശുക്കന്മാർ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് റബ്ബ് അടിക്കടി പരീക്ഷിക്കുമെന്ന് ഓർമ്മയിൽ ഇരിക്കട്ടെ. ഞാൻ കഥയിലേക്ക് തന്നെ തിരിച്ചു വരാം. നാളെയാണ് കൊയ്ത്ത് ദിനം. ഇന്ന് ഉപ്പയുണ്ടെങ്കിൽ നാടാകെ പെരുമ്പറ മുഴക്കിയിരുന്നു. ഇവർ പെരുമ്പറ പോയിട്ട് ചുണ്ട് പോലും അനക്കിയില്ല. കാരണം ആരും അറിയരുതല്ലോ. അവർ നാളെ ലഭിക്കുന്ന വിളവർദ്ധത്തിൻ്റെയും ലാഭങ്ങളും ആലോചിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങി. പിറ്റേന്ന് പ്രഭാതം പൊട്ടിമുളച്ചു. അവർ മനസ്സിൽ 1000 സന്തോഷപ്പുത്തിരി കത്തിച്ച് മൂന്നൊരു കോട്ടത്തേക്ക് കുതിച്ചു. തോട്ടത്തിലെത്തിയപ്പോൾ കാതിർമണി പോയിട്ട് ഒരു കച്ചി തുരുമ്പ് പോലുമില്ല. എല്ലാം കത്തി നശിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് വഴി മാറിയോ? അവർ പരസ്പരം വന്ന വഴി വീക്ഷിച്ചു. ഇല്ല, മാറിയിട്ടില്ല. പോയി, എല്ലാം പോയി. ഇത് പാവങ്ങളുടെ ഹക്ക് പിടിച്ചു വെച്ചതിന് അള്ളാഹു തന്ന പരീക്ഷണമാണിത്. അവർ മനമൊഴുകി അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു. 100 ആളവനെ പുറത്തു കൊടുത്ത ഖബർ മാന്തി ഈ കഫം മുടം വിറ്റ് ജീവിച്ചവന് പുറത്തു കൊടുത്ത റബ്ബ് എങ്ങനെ പൊറുക്കാതിരിക്കും? അവൻ ഓഫാറല്ലയോ? പിന്നീടുള്ള വർഷങ്ങളിലെല്ലാം ധാന്യങ്ങളുടെ വസന്തോത്സവമായിരുന്നു. പാവങ്ങളുടെ അഭയ കേന്ദ്രമായി ആ തോട്ടം മാറി. കൂട്ടുകാരെ, ഇതിൽ ഒട്ടനധികം ഗുണപാഠങ്ങളുണ്ട്. ഈ റബ്ബിനോട് ചെയ്യുന്ന കരുണ തന്നെയാണ് ഈ പരീക്ഷണങ്ങൾക്ക് നിദാനം. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹിദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Next coordinator be on the stage. അസ്സലാമു അലൈക്കും. എന്താ ചെങ്ങായിമാർ നിങ്ങൾ സലാം അടക്കാത്തത്? ഇതൊക്കെ വലിയ മോശാട്ടോ. പിന്നെ ഞാനിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ ആ ദേവദവ ബ്രിഡ്ജില്ലേ, അതിന്റെ ചോട്ടിൽ കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും സൊറ അടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്താ ഇപ്പൊ ഇത്? ചങ്കേ, കൊടല് മൊത്തം ഹിറ്റാണ് കേട്ടോ. തുടക്കത്തിലേ തീ പാറിക്കല്ലേ. ഇന്നാ നമുക്ക് ഇന്നത്തെ കഥ ഒരു ലവ് സ്റ്റോറി തന്നെ ആയിക്കോട്ടെ. എന്തേ പറ്റൂലേ? പണ്ട് പണ്ട് അതിലും പണ്ട് ഫളുലുബിനും ആബിദ് എന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു. മൂപ്പർക്കാണെങ്കിയോ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു. ഇപ്പത്തെ സിനിമാക്കാരൻ മാതിരി ആനച്ചോർക്കൊന്നല്ല. മുത്തുനബിയെ സൗന്ദര്യത്തിന് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാ. മൂപ്പർക്ക് ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയിലോട്ട് പ്രവേശിച്ച മൊത്തം പെണ്ണുങ്ങളായിക്കാരോ. എന്താ അറിയോ? ഒളിഞ്ഞോക്കാനേ. പക്ഷെ മൂപ്പർക്ക് ദുനിയാവിനോട് ഒരു ചിന്തയില്ലായിരുന്നു.
മദീനത്തെ പണക്കാരനക്ക് ഒരു മോളുണ്ടായിരുന്നു. പേരിപ്പ എന്തായിരുന്നു? ലൈല. ഓൾക്കാണ് ഭയങ്കര ഗ്ലാമറും. ഓൾക്ക് 100 കണക്കിന് ആൾക്കാർ ഒരു ലോഡ് പൊന്നോണ്ട് വന്നു. പക്ഷെ ഓൾക്ക് ഓലൊന്നും പറ്റണില്ല. കാരണം എന്താ അറിയോ? ഓളെ മാനസ കൊട്ടാരത്തിലേ ഓൾക്കൊരു മൊഞ്ചന ഉണ്ടായിരുന്നു. ആരാന്നറിയോ നിങ്ങൾക്ക്? നമ്മളെ ഫളുല് തന്നെ. ഞാനിത് കേട്ട് കൊറേ ചിരിച്ചു. നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ? അതിന് നിങ്ങൾ ഇന്നെ ചൊറിയാതെ ശ്രദ്ധിച്ചു കേക്കേ. അങ്ങനെ ഹജ്ജ് തുടങ്ങി. അമീർ സൽമാൻ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഹജ്ജ് ലിസ്റ്റിൽ അതാ ഫളുലുവിന്റെ പേര്. ഇത് ഓനൊപ്പിച്ച ചീറ്റിങ് തന്നെ. സഫർ തുടങ്ങി ആദ്യത്തിൽ തന്നെ തെമ്പടിച്ചു. ഫളുൽ റളിയല്ലാഹുവിന്റെ തൊട്ടപ്പുറത്ത് തെമ്പി തന്നെയായിരുന്നു ലൈലയുടെയും. അന്ന് രാത്രി ഫളുൽ റളിയല്ലാഹുവിന്റെ തെമ്പിലൊരൊച്ച. ആരാ? ഞാനാ, നിങ്ങളെ സ്വന്തം ലൈല. ഇജൊന്ന് ഇറങ്ങി പോയിക്കവിടുന്ന്. അപ്പോ ഓളോട് പോയി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പണി തരുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നമ്മളെ സുൽത്താന്റെ ഭാര്യയുടെ മാല കാണാനില്ല. അമീർ സൽമാൻ റളിയല്ലാഹു അൻഹു എല്ലായിടത്തും തപ്പി, എവിടുന്നും കിട്ടിയില്ല. പിന്നുള്ളത് നമ്മളെ ഫളുലുവിന്റെ തമ്പ. ഫളുലുവിനെ സംശയിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നറിയാം. എന്നാലും ഒന്ന് തപ്പി നോക്കാന്ന് വിചാരിച്ചു. സുബ്ഹാനല്ലാഹ്, മാല ഫളുലുവിന്റെ പെട്ടിയില്. ഇതാ കള്ള സുബിയെ എന്ന് വിളിച്ച് എല്ലാരും കളിയാക്കി. അന്ന് രാത്രി തന്നെ ലൈലാന്റെ തമ്മുന്ന ഒരു നിലവിളി. ഓടി വരിയേ, ഓടി വരിയേ. എല്ലാരും വന്നു നോക്കുമ്പോ അതാ ലൈല അവ്യസ്തരായി കിടക്കുന്നു. തൊട്ടപ്പുറത്ത് ഫളുലും. ഇതാ കള്ള സുബിയെ, അമ്പട വളവള, ഇജാള് തിരക്കടില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാരും കളിയാക്കി. അന്നത്തെ ഭരണാധികാരി അറിയോ നിങ്ങൾക്ക്? ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷെ ഈ കാര്യം തീരുമാനിക്കാൻ ഒരു അലി റളിയല്ലാഹുവിന്റെ സ്പോട്ടിക്കോട് പോയി. അലി റളിയല്ലാഹുവിന്റെ ആദ്യത്തെ ചോദ്യം, ലൈല, ഈ പറഞ്ഞതൊക്കെ സത്യാണോ? ആ. ഫളുലു, ഈ പറഞ്ഞതൊക്കെ സത്യാണോ? ഇച്ചൊന്നും അറിയില്ലേ. പിന്നെ എങ്ങനെ ലൈലാന്റെ തമ്പിലെത്തി? അല്ലാഹു റസൂലും ആലം. ഇതിപ്പോ രണ്ട് കോലായല്ലോ എന്ന് പറഞ്ഞ അലി റളിയല്ലാഹു അൻഹു ലൈലാന്റെ അടിമേടെ വിളിച്ചു. ഡി ഇവിടെ വാടി. ഓളാണെങ്കി വരച്ച് നിൽക്കാം. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഡി സത്യം പറയടി. യജമാനത്തി വരച്ചുകൊണ്ട് പറഞ്ഞു, യജമാനത്തി ആദ്യത്തെ ദിവസം ഫളുലുവിന്റെ തമ്പക്ക് പോയി. എന്നിട്ട് രണ്ടാമത്തെ ദിവസം എൻ്റെ കയ്യിലൊരു പൊടി തന്നു. ഞാനത് ഫളുലുവിന്റെ മുഖത്ത് കൊണ്ടുപോയിട്ടു. ഇച്ചിത്തരേ അറിയുള്ളൂ. ഇപ്പൊ എന്തായി? സത്യം വിജയിച്ചു. ഇച്ച് കൊറേ പഠിക്കാണ്ട്, അതിനൊന്നും ഇപ്പൊ നേരമില്ല. എന്നാ ശരി, അടുത്ത വേദിയിൽ കാണാം. അസ്സലാമു അലൈക്കും. Judges, please note. Code letter C on the stage. അസ്സലാമു അലൈക്കും. എന്താണ് ചങ്ങന്മാരെ, സലാമൊക്കെ മടക്കി? നിങ്ങളെന്താ തന്ത വൈബിന്റെ അതിരി? ഞാൻ എന്ത് കഥയാ പറയാൻ പോണൊക്കെ അറിയോ? ഇല്ലല്ലോ, ഞാൻ പറഞ്ഞുതരാ. ആത്മാർത്ഥതയുടെ ഫലാണ് കേട്ടോ. കേക്കി. റിഷാന്റെ ഒപ്പം പഠിച്ച മൊയ്തൂനെ അറിയാൻ എനിക്ക്? എൻ്റെ ഒപ്പം പഠിച്ചില്ലേനിയോ? ബെഞ്ചുമൽ കുത്തി വരഞ്ഞ് നടന്നീനെ ആ മൊയ്ത് തന്നെ. ഓൻ്റെ ഇപ്പത്തെ പണിയെത്താ അറിയാൻ എനിക്ക്? പെയിന്റ് അടി. ബെഞ്ചുമലല്ല കേട്ടോ, മതില്, നാടിലുള്ള മതില്, വീട്, തോണി, എല്ലാത്തുമ്മൽ ഓൻ്റെ പെയിന്റാ. ഇജിപ്പോ എവിടെത്തി? ഓനെവിടെത്തി? ഓൻ്റെ നാട്ടിക്ക് പുതിയൊരു വ്യാപാരി ഉണ്ട്. ഏത്? നമ്മളെ വ്യാപാരിയേ, മറ്റേ ആ വളവിലുള്ള വ്യാപാരി. ആ വ്യാപാരി എന്ത് ചെയ്ത് യാത്ര ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ്. വ്യാപാരിക്ക് നിറച്ച് തോണിയാ. തോണി നല്ല മുഞ്ചാക്കണം. എന്തിനാ? യാത്ര പോവാന്. മൊയിലാളിക്കാണെങ്കിലോ പെയിന്റ് അടിച്ച ആളെ കിട്ടണില്ല. അങ്ങനെയല്ല മൊയിലാളി അറിഞ്ഞ് റീഷാന്റെ ഒപ്പം പഠിച്ച മൊയ്തുണ്ടല്ലോ അവിടെ. റീഷാനോട് ചോദിച്ചു മൊയ്തുവിനെ വിളിച്ചോണ്ടിരാൻ. റീഷാൻ പോയി മൊയ്തുവിനെ വിളിച്ചോണ്ടിരാ.
മൊയ്തോ അന്നെ ആ വ്യാപാരി വിളിക്കണ്ടല്ലോ. മൊയ്തു വെച്ച് ഇന്നെ എന്തിന്? അപ്പൊ ഋഷാൻ പറഞ്ഞു, മോഹൻലാലിന്റെ പിരാന്തല്ല യാത്ര, ആ തോണിക്കൊന്ന് പെയിന്റ് അടിച്ചാനാ, പോയി നോക്കിയാ. അപ്പൊ ഋഷാൻ സ്വകാര്യമായിട്ട് പറയാം, ഒരു 6 സ്വർണ്ണ നാണയം വാങ്ങിക്കോ. അപ്പൊ തന്നെ മൊയ്തു പറഞ്ഞ്, ഞാനതൊന്നും വാങ്ങൂല, ഞാൻ കറക്റ്റ് 4 സ്വർണ്ണ നാണയം വാങ്ങുള്ളൂ. മൊയ്തു ഋഷാനും കൂട്ടി മോഹൻലാലിന്റെ പേരൻ്റെ അടുത്ത് എത്തി. പേരൻ്റെ അടുത്തെപ്പോഴോ മൊയ്തു ആകെ അന്തം വിട്ട്. ദുബായിലെത്തിയ മതിരി വലിയ ഫ്ലാറ്റുകളെ മതിരി വലിയൊരു പെര അന്തം വിട്ട് കുന്തം വിങ്ങതിരി നിൽക്കുമ്പോൾ മൊയ്തു വെച്ച് ഇതേതാ പെര? അപ്പൊ തന്നെ ഋഷാൻ പറഞ്ഞു, ഇത് നമ്മളെ മോഹൻലാലിന്റെ പെരയാണേ. മോഹൻലാൽ ഇങ്ങനെ നല്ല ഗമേലിങ്ങനെ വരിക. മൊയ്തുവിനോട് ഒരൊറ്റ ചോദ്യം, ഇജാണോ മൊയ്തു? മൊയ്തു ഞാനാ. എന്താ മൊയ്ലാളിയെ? ഇജാ തോണിക്ക് പെയിന്റ് അടിച്ചണോ മൊയ്തു? ആ ഞാനാ. നിന്റെ തോണിക്കൊന്ന് പെയിന്റ് അടിച്ചണം, എത്ര ഉറുപ്പ്യാവും എനിക്ക്? വെറും 4 സ്വർണ്ണ നാണേ ഉള്ളൂ. അത്ര കുറവാ? എന്നാ ഇപ്പൊ പുടിച്ചുക്കജ്. അങ്ങനെ അതും കീശിട്ട് തോണിന്റെ അടുത്തേക്ക് പോയി. മൊയ്തു പെയിന്റ് പാട്ടെ മുക്കിങ്ങോട്ട് എടുത്തപ്പോളാ തോണിമേ വലിയൊരോട്ട. അതെത്താ കാട്ട് ആലോചിച്ച് ഇങ്ങനെ നിന്ന് കുറെ നിന്ന് ലാസ്റ്റ് ഞാനെന്നെ അടിച്ചോളെ എഴുതി ഓനെന്നെ അടിച്ചത്. പിന്നെ പെയിന്റ് അടിച്ച് സുന്ദരാക്കി ഇങ്ങോട്ട് മോഹൻലാലിനോട് വിളിച്ച്, മോഹൻലാളി എവിടെ വരി നോക്കി നിങ്ങളെ തോണി. എവിടെ എൻ്റെ തോണി? ഇതാ നിങ്ങളെ തോണി മോഹൻലാളിയെ. എവിടെ? ഇതാണ്, ഇത് ഞാൻ പെയിന്റ് അടിച്ച് സുന്ദരനാക്കിയതാണേ. ആ മോഹൻലാളിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ ഒരു 4 വെള്ളി നാണയം പിന്നെയും കൊടുത്തു. അതും മൊയ്തു കീശയിലിട്ട്. മൊയ്തു പറഞ്ഞു, ഞാൻ പോവാ. മോഹൻലാളിക്ക് ഭയങ്കര പൂതി. പിന്നെ പെണ്ണുങ്ങളെയും പുറപ്പാളെയൊക്കെ കൂട്ടി ഒരു യാത്ര പോകണം. പെണ്ണുങ്ങളെയൊക്കെ തോണി കണ്ടിട്ട് മോഹൻലാളി വരെ പോയി പൂന്തോട്ടക്കാരനോട് പറഞ്ഞു, എനിക്കൊരു പൂതി, എൻ്റെ പെണ്ണിനും പുറപ്പാളിയും കൊണ്ട് ഒരു യാത്ര പോവാം, ഞാൻ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ ഇന്ന്. മോഹൻലാളി എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞേ? ഞാൻ എൻ്റെ പെണ്ണുങ്ങളും കൂട്ടി തോണിയിലൊരു യാത്ര പോവാം. മോഹൻലാളി ആ തോണിക്ക് വലിയൊരു ഓട്ടമുണ്ട്. മോഹൻലാളി അത് കേട്ടതും പിന്നെ മോഹൻലാലിനെ കാണാനില്ല. ഇവിടെ നമ്മളെ പുഴക്കരയിലെത്തി. പുഴക്കരയിലെത്തിയപ്പോഴോ കാണാനല്ല, തോണിയും കാണില്ല, പെണ്ണിനെയും കാണാനില്ല. പെണ്ണിനെ തപ്പി കുറേ നോക്കി, ഇങ്ങനെ നോക്കി അവസാനം ഇങ്ങനെ പെണ്ണ് ചിരിച്ചിങ്ങനെ വരുന്നുണ്ട്. മോഹൻലാളി ഇതിപ്പോ ഇങ്ങനെ രക്ഷപ്പെട്ടത്. പിന്നെ മോഹൻലാളി നോക്കിയില്ല, അങ്ങനെ ചിന്തിച്ച ആരെ പകരം ആ വലിയൊരു ഓട്ടം അടിച്ച് ചിന്തിച്ച് മനസ്സിലായി നമ്മൾ ഋഷാൻ വിളിച്ചോടന്ന മൊയ്തുവേ. പിന്നെ ഒന്നും നോക്കിയില്ല, ഋഷാനെ ആ മൊയ്തുവിനെ വിളിച്ചോണ്ട്. മോഹൻലാലിന്റെ അടുത്ത്, എന്തേ മോഹൻലാളിയെ? ഇജാണോ വലിയൊരു ഓട്ടം അടിച്ച്? ആ ഞാനാ. അപ്പണ്ട് മോഹൻലാളി കീശയിലാണ് കൈയിട്ട് ഒരു 100 സ്വർണ്ണ നാണയം എടുത്ത് കൊടുത്ത്. മൊയ്തുവിന് സന്തോഷമായി, മോഹൻലാളിക്ക് തൃപ്തിയായി. മോഹൻലാളിക്ക് എന്തിനാ തൃപ്തിയായത്? പെണ്ണിനെ കിട്ടിയില്ലേ. പിന്നെന്താ, എനിക്കും ചർച്ച കേട്ടെങ്ങൾക്കും ചർച്ചില്ലേ. ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. Judges, please note. Court letter D on the stage. അസ്സലാമു അലൈക്കും. ബീരാനെ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വരാ. ആ എന്നോട് തന്നെ ഇങ്ങോട്ട് വാ.
ഇവിടെ നിൽക്ക്, അല്ലെങ്കിൽ മങ്ങ ഇജേ അവിടെ ഇരുന്നു. എന്താ എനിക്ക് ഞാൻ സലാം പറഞ്ഞ അപ്പൊ ഒരു തിരക്ക്? ഞാൻ എന്നത്തിമാരി ഒരു ബടായി കഥയായിട്ടല്ലേ വന്ന്, ഒരൊന്നാം തരം കഥയായിട്ട് വന്നു. എന്താ എനിക്കൊരു പുച്ചോ? എനിക്കേ ആ കുഞ്ഞമ്മദാജിന്, എൻ്റെ ആ പള്ളി പ്രസിഡന്റ് കുഞ്ഞമ്മദാജ് അല്ലേ ചങ്ങായി? ഇതേ ഇന്ത്യൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനി വാര്യംകുന്നത്ത് കുഞ്ഞമ്മദാജി. എനിക്കറിയോ? അറിയോന്നാ ചോദിച്ചേ? എന്താ അറിയില്ലേ? ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ലോകത്തിന്റെ 1/3 പിടിച്ചടിക്കുക ബ്രിട്ടീഷുകാരെ ഉറക്കം കെടുത്തിയ ആളാ മൂപ്പര്. ആചാര വല്യാപ്പാര് മൈസൂരിലെ സൈനികരായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ ജന്മശത്രുക്കളെയും ഈ ആചാരം. കാലചക്രം മുന്നോട്ട് കറങ്ങി. ആചാര ഇലാപ്പത്തങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ എണ്ണമറ്റ മാർച്ചും സമരം ഒക്കെ നടത്തി. അങ്ങനെ ബ്രിട്ടീഷുകാർ ഉറക്കം കെട്ടുപോയി. അങ്ങനത്തെ സമരം ഇനി അന്ന്. അങ്ങനെ നാണം കെട്ട് ബ്രിട്ടീഷുകാർ മലബാറിന്ന് ജീവനും കൊണ്ടോടി. പിന്നൊരു കാര്യം, ബ്രിട്ടീഷുകാർ ഓടി വയലൊന്നും പിന്നെ പുല്ല് പോലും മുളച്ചില്ല എന്നാ കേട്ട്. ബ്രിട്ടീഷുകാർ പോയ തക്കം നോക്കി ആചാരം കൂട്ടരും മലയാളം എന്ന പേരിൽ ഒരു വലിയ നാടൻ കെട്ടുണ്ടാക്കി. ആചാരം കൂട്ടരും ബ്രിട്ടീഷുകാരെ കയ്യിൽ നിന്ന് രാജ്യം സ്ഥാപിച്ച കാര്യം കാട്ടുതീ പോലെ ലോകം മൊത്തം അങ്ങോട്ട് അറിഞ്ഞ്. അങ്ങനെ നാണം കെട്ട് ബ്രിട്ടീഷുകാർ തല മുണ്ടിട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടീഷുകാർ ആചാര കയ്യിൽ നിന്ന് ഭരണം തകർക്കാം പഠിച്ച പണി 18 പറ്റി. എന്താന്നോ വീരാനെ, ഓൽക്കേ ആചാര രോമത്ത് പോലും തൊടാൻ കഴിഞ്ഞില്ല. കാരണേ അമ്മാതിരി രാജ്യം. പട്ടാളത്തിന് പട്ടാളും, ആയുധത്തിന് ആയുധം, ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥരും. ചുരുക്കി പറഞ്ഞ ഒരു ജോറ് ബാറ് രാജ്യം. അങ്ങനെ ബ്രിട്ടീഷുകാരെ ആക്രമണം ഏശാതായപ്പോൾ ഓല് പണിയൊന്നും അങ്ങോട്ട് മാറ്റി പിടിച്ചു. എന്താന്നോ ഓലെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. എന്താ പിന്നാഴ്ച ഇങ്ങനെ അണ്ടി എണ്ണാൻ ഉത്തർക്കണേ? വർഗീയ കലാപം എന്താ മനസ്സിലായെങ്കിൽ അത് തമ്മ് തല്ലിക്കല ചങ്ങായി. അതന്നെ മതത്തിന്റെ പേരില് തമ്മ് തല്ലിക്കലനെ. എന്നാല് ഐക്യം മഹാബലം മനസ്സിലാക്കിയ മലബാറാരെടുത്ത് ഓലെ തന്ത്രം നൈസായിട്ടാണ് മൂഞ്ചി. അങ്ങനെ ഗത്യന്തരില്ലാതെ വന്നപ്പോ ഓല് പണി പിന്നെ അങ്ങോട്ട് മാറ്റി പിടിച്ചു. എന്താന്നോ ഓലെ വജ്രായുധം ഉണ്ടാക്കാൻ ശ്രമിച്ചു. വജ്രായുധം എന്താന്ന് വിചാരിച്ച് തല പുണ്ണാക്കാക്കണ്ട ചങ്ങായി. അതെ ചതിയാടോ, നല്ല 1-ാം തരം ചതി. ആചാർക്ക് വിശ്വസ്തനായ ഒരു മുസ്ലിം ഉണ്ട്. ഒരു ദിവസം ആചാരം കൂട്ടിനും പള്ളിക്ക് നിസ്കരിച്ചാൻ പോയ തക്കം നോക്കി ആ മുസ്ലിം ബ്രിട്ടീഷുകാരോട് പറഞ്ഞ കേട്ട് ബ്രിട്ടീഷുകാർ വാര്യംകുന്നത്ത് മുഴുവൻ അങ്ങോട്ട് വളഞ്ഞു. അങ്ങനെ അങ്ങ് കോട്ടക്കുന്നിൽ തോക്കും പിടിച്ച് നിൽക്കുന്ന പട്ടാളത്തിനോട് മൂപ്പര് പറയാ, ജെ ധൈര്യം ഉണ്ട്, എന്റെ നെഞ്ഞത്തോട്ട് നോക്കി വെടിയക്കടോ, എനിക്ക് കാണണം എന്റെ നെഞ്ഞത്തോട്ട് ഉണ്ട തറച്ച് കയറണേ. ഇതാണ് ബീരാനെ ഞാൻ എന്നോട് പറഞ്ഞേ. മൂപ്പര് ഒരു 1.5 മുതലാണ്. ഇപ്പൊ മനസ്സിലായ എനിക്ക്? എന്നാ ശരി, അസ്സലാമു അലൈക്കും. Judges, please note. Code letter E on the stage. അസ്സലാമലൈക്കും. എന്താ ജിമ്മിലെ തല എത്തിക്കണേ? പത്രം വായിക്കേ? പത്രത്തൊക്കെ ഒന്ന് നോക്കാനേ വയ്യ. ഈമാനുള്ളവർ ചെയ്യണ പണിയണക്കത്. അല്ലെങ്കിലും ഈ ഈമാന് പറയണത് അത് വലിയ സംഭവമാണ്. അതുള്ളവർ ഇപ്പൊ പഠിച്ചോണ്ടാവും. അതിന് ഉദാഹരണം പറയാം ഞങ്ങൾക്ക്. എന്നാ കേട്ടോളി. പണ്ട് വളരെ പണ്ട് മക്കത്ത് പുന്നാര നബി വരുന്നേക്കാട്ടി കുറേ കാലം മുമ്പ് ഒരു സാഹിർ ഉണ്ടായിരുന്നു. ആ സാഹിറിൻ്റെ അടുത്തേക്ക് സിഹർ പറ്റാന് എന്നൊരു കുട്ടി വരുന്നു. ആ കുട്ടി വേറൊരു മനുഷ്യൻ്റെ അടുത്ത് ഇൽമും പഠിച്ചിരുന്നു. അങ്ങനെ ആ കുട്ടിക്കൊരു സംശയം, ഇതിലിപ്പോൾ ഏതാ ശരിയെന്ന്. അങ്ങനെ ഒരു ദിവസം കുട്ടി പഠിച്ചാൻ പോണ സമയത്ത് ഒരു സ്ഥലത്തൊരു വലിയ വട്ടമേശ പറ്റി. ഇതല്ല ജമീലെ, പിന്നെ എന്താന്നല്ലേ?
എന്നാ കേട്ടോ. നമ്മളെ കുട്ടിയുണ്ടല്ലോ ഇങ്ങനെ എത്തി നോക്കി. അപ്പുണ്ടവിടെ വലിയൊരു ജന്തുപൊടി. റബ്ബുലാലമ്യായ തമ്പുരാനെ, ഒരു വലിയ ജന്തുപൊടി. അതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഹിമുള്ളൊരുത്തനാണ്ട് പോണില്ല. എങ്ങനെ നബീലെ? ഹിമുള്ളൊരുത്തനും ആ വഴിക്ക് പോണില്ല. അങ്ങനെ നമ്മളെ കുട്ടി ഒരു കല്ലെടുത്തിട്ട് മനസ്സിലാണ് തോരുന്നേ, പഠിച്ച റബ്ബേ, ഞാൻ പഠിക്കണ ഇൽമാണ് ശരി, ഇന്നത്തോടെ ജന്തുപൊടിഞ്ഞ കാട്ടിൽ തീരുമാനാവണേന്ന്. അങ്ങനെ ജന്തുപൊടി അങ്ങനെ തീരുമാനം പറഞ്ഞിട്ട് ഒരൊറ്റ ഒരു കല്ലെടുത്തിട്ട് ഇതാ കിടക്കണ് താഴെ ജന്തുപൊടി. അങ്ങനെ പഠിച്ചവന്റെ ബർക്കത്തോണ്ട് ആളെ കയറി ഫേമസ് ആയി. പിന്നെ ആൾക്കാരെ രോഗം മാറ്റലും കാഴ്ചയില്ലാതെ കാഴ്ച കൊടുക്കലും അങ്ങനെ. ഇത് നമ്മളെ രാജാവ് പറഞ്ഞു. എന്നിട്ട് രാജാവ് ഓനെ പിടിച്ചിട്ട് മലന്റെ മേൻ തള്ളിടലും കപ്പലിൽ തള്ളിടലും. എന്നിട്ട് രാജാവ് നമുക്കിത് ചെയ്യാൻ പറ്റുമോ? എവിടുന്ന്? അങ്ങനെ ഗതി കെട്ട് അവൻ അവസാനം രാജാവിനെ വഴി പറഞ്ഞു കൊടുത്തു. എന്താ ഞങ്ങൾക്ക് വിസ്മി ചൊല്ലി കണ്ട് അവൻ അമ്പ ചെയ്യാൻ. അങ്ങനെ രാജാവാണെങ്കിലോ അതേപോലെ ചെയ്ത് നമ്മളെ കുട്ടിയാണെങ്കിലോ മരിച്ചും പോയി. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞ പോലായി. ഒരു വിശ്വാസിയും ഒഴിവാക്കിയാൽ നോക്കിയപ്പോൾ അവിടെ ചുറ്റുണ്ടായിരുന്ന എല്ലാവരും വിശ്വാസിയായി. അങ്ങനെ രാജാവിൻ്റെ മേത്ത് ശൈത്താൻ കയറി എല്ലാവരും വിശ്വാസിയായപ്പോൾ. അങ്ങനെ ആ വലിയ വിശ്വാസിയും കുറേ കുട്ടി ശൈത്താന്മാരും കൂടി ഒരു വലിയ കിടങ്ങുണ്ടാക്കി. എന്തിനാ നിങ്ങൾക്ക്? ഈ വിശ്വാസിയായ ആൾക്കാരെ അയാളിട്ട് കരിച്ചാൻ. ഇതറിഞ്ഞിട്ടൊന്നും വിശ്വാസികൾക്ക് ഒരു കുലുക്കമില്ല. ഓരോ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. ഓരൊക്കെ ഒരു ഈമാന്റെ പവറുള്ള ജമീലെ. അല്ല ജമീലെ, അനക്ക് ഇപ്പം എന്താ മനസ്സിലായത്? ആ അതന്നെ, ഈ ഈമാൻ എന്ന് പറയണത് അത് വലിയൊരു സംഭവമാണ്. എന്നാ ശരി, നേരം കുറെ ആയി, ഞാൻ പോയി. അസ്സലാമു അലൈക്കും. Judges, please note. Code letter F on the stage. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥ പറയട്ടെ. എല്ലാർമാനെ ജി കഥ അങ്ങോട്ട് എങ്ങടെ പോണേ? അവിടെ ഇരിക്കും ജി കരുതി കഥല്ല, മച്ചേതാ ലവ്. ഔ അത് പറഞ്ഞപ്പോ എന്താ പോന്റെ ഉസ്താറേ. എങ്ങനെയാലും ജി മെയ്മാക്കനെ 2 ചൂട് കട്ടൻ പറഞ്ഞ അവിടെ ഇരിക്കും. നമ്മളെ കഥ ഇറക്കണേ അങ്ങ് മദീനയിലോ ആഫ്രിക്കയിലോ അല്ല. നമ്മളെ കാക്കഞ്ചേരി മേനോടുന്ന് 2 വളവണയിലുള്ള ആ വലുതുകാണ് പള്ളിയുടെ നേരെ മുന്നിൽ ആ വലിയ പേരാ. നമ്മളെ നാസറാക്കാൻ്റെ പേരാ. മൂപ്പർക്ക് ഒരു സുജായായ മോനും പഞ്ചാര കെട്ടിയ ഒരു മോളുണ്ടായിരുന്നു. ഓളെ പേരാണ് ലൈല. ആമിനാത്തയാണെങ്കിൽ ഓളെ കൊഞ്ചിച്ച് അങ്ങോട്ട് വഷളാക്കി. ഓൾ മദ്രസ പടി പോലും കണ്ടിട്ടില്ല. അങ്ങനെ ഓളൊരു സ്കൂളിൽ പോകാൻ ഒരു 8:30 സമയമാകുമ്പോൾ വിളിച്ച് മാറ്റി ഇറങ്ങും. എന്താ പോളെ ഗമ, തലയും മറക്കില്ല, കയ്യാണ് ഇത്ര കേച്ചിട്ടു. അങ്ങനെ ഓൾ ബാംഗ്ലൂർ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് നാസറാക്കനോട് ഒന്ന് പറയാം, ഇപ്പച്ചി എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഫോണുണ്ട്, എനിക്കും വേണം ഫോണ്. നാസറാക്ക ഓളാഗ്രഹമല്ലേ വിചാരിച്ച് ഒരു വലിയ 40 Pro Max വാങ്ങി കൊടുത്തു. പിന്നല്ലേ കളി മാറണേ, ലൈലാൻ്റെ കള്ളി പുറത്ത് തരണേ. ഓൾക്ക് ഓളെ ക്ലാസ്സിലെ ചെക്കൻ്റെ ഒപ്പം പ്രേമം. സംഗതി നാട്ടിൽ വാട്ടാവാൻ പണിയില്ലല്ലോ. അങ്ങനെ ഓളി മാസ ലീവിന് വരുന്നത് ഓൾ ചെക്കൻ്റെ പണത്രേ. ഓൾ ചെക്കൻ്റെ തോളിലും കൈയിട്ട് പേരൻ്റെ മുന്നിൽ നിർത്തി. ആമിനാത്ത് ഓടി വന്നപ്പോൾ ഓള കണ്ടപ്പോൾ എൻ്റെ മോള് പോയല്ലോ, പഠിച്ചവൻ എൻ്റെ മോള് പോയല്ലോ എന്ന് പറഞ്ഞു. ആമിനാത്തോടെ കരച്ചിലും കേട്ട് നാസറാക്ക മുണ്ടും താങ്ങി ഓടി വന്നു. ഓളി മോളെ ചെക്കനും കണ്ടപ്പോൾ നാസറാക്കൻ്റെ കണ്ണും മോറങ്ങ് ചോന്നു. നാസറാക്ക പറഞ്ഞു, എന്തിനാ ഈ എപ്പടിന് അപ്പുറം കടന്നു വന്നേ? നമ്മൾ കുറെ കാലമായി ഇഷ്ടത്തിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കണം. ഒരു നിമിഷം ഇവിടെ നിൽക്കരുത്, ഈ വളമ്പിൽ ഞാൻ കാണാൻ പാടില്ല. അങ്ങനെ ഒരു കൂസലില്ലാതെ
ഓളെ ചെക്കൻ്റെ തോളിലും കൈയിട്ട് ബുള്ളറ്റിൽ കയറി ഒച്ച പോക്ക. ആമിനാത്തെ ആണെങ്കിൽ നാസറാക്കൻ്റെ കാലും കൈ പിടിച്ച് കരഞ്ഞു പറഞ്ഞു, ഒന്നില്ലെങ്കിലും ഓൾ നമ്മളെ മോളല്ലേ, ഓളെ തിരിച്ചു വിളിക്കി. അങ്ങനെ ഇനി നോളെ കരഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കയ്യിൽ നിന്ന് പോയി. അതാണ് ചങ്ങായിമാരെ ഞാൻ അങ്ങോട്ട് പറയണേ, പ്രേമം തലക്ക് പിടിച്ചാൽ പിന്നെ അതാരും വിചാരിച്ചാലും കാര്യമില്ല. അല്ലെങ്കിൽ അള്ളാഹു വിചാരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭയമാണ്. അല്ലെങ്കിലും ദീനി അധ്യായങ്ങൾ ഇതിനെക്കുറിച്ച് കാണുന്നവരാണല്ലോ. നമ്മളെ മക്കളെ ദീനി ചിട്ടയോടെ വളർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഇതോടുകൂടെ